ഒഴിവ് വേള എന്ന് പറയുന്ന ഒരു സംഗതി നിന്റെ ജീവിതത്തിലുണ്ടോ? അത് ഇബാദത്തിന് വേണ്ടി നിശ്ചയിക്കണം. അങ്ങനെ നീ നിശ്ചയിക്കുമ്പോൾ ദിക്ർ ചൊല്ലാൻ, ഖുർആൻ ഓതാൻ, ഇത്തികാഫിരിക്കാൻ, ജമാഅത്തിൽ പങ്കെടുക്കാൻ, ഇങ്ങനെ തുടങ്ങി നിന്റെ ശരീരവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിലേക്കുള്ള ഇബാദത്തിന് നിനക്ക് നേരം കാണും. നിനക്ക് നല്ലോണം സമയം കാണും. നിന്റെ ജീവിതം ചിട്ടപ്പെടുത്തി വരും. ഒഴിവുള്ള നേരം തുലക്കരുത്. ദുനിയാവിനും കാര്യമില്ല, ആഖിറത്തിനും കാര്യമില്ല. അങ്ങനെ മാറ്റിക്കളയരുത്. ചിലരൊക്കെ ഒഴിവ് കിട്ടുന്ന നേരം, ഇപ്പോഴും നിങ്ങൾ പോയി നോക്കൂ, മഗ്രിബ് ബാങ്ക് കൊടുത്തപ്പോഴും നമ്മുടെ നാട്ടിൽ നിർത്തിയിട്ടില്ല, ഇശാ ബാങ്ക് കൊടുക്കുമ്പോഴും നിർത്തിയിട്ടില്ല. ബാങ്കൊരു ഭാഗത്തങ്ങനെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുസ്ലിം മെമ്പേഴ്സ് അതാ കളിക്കളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ബാങ്കിന്റെ ഒരു 2 മിനിറ്റെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ഇല്ല, ആവില്ല. കാരണം 150 കൊടുത്തിട്ടാ കളിക്കുന്നത്. ബാങ്കിനേക്കാളും വില 150-നാണ്. അവിടെ നിസ്കാരം നടക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തുകൂടെ എന്നാരെങ്കിലും പോയി ചോദിച്ചാൽ അവൻ ഉലകം തിരിയാത്തവനാണ്. ചോദിക്കുന്നത് സ്വന്തം പിതാവാണെങ്കിലോ തീരെ കഥയില്ലാത്തവനായി മാറി. അല്ല, അവരോടൊക്കെ നന്മ ഉപദേശിക്കുന്ന ഒരു ഉപദേശകനായി പോയി ചോദിക്കുന്നതെങ്കിൽ എന്നും അവൻ കണ്ണിൽ കരടായി മാറി. നിങ്ങൾ നോക്ക്, എത്ര സ്ഥലങ്ങളിൽ നമ്മുടെ പൊന്നുമക്കൾ ഓരോ ദിവസവും 1000-കണക്കിന് രൂപ എറിഞ്ഞ് അത് കിട്ടാൻ വേണ്ടി വാടക മോഹിച്ചു നിൽക്കുന്ന വാടക തൊഴിലാളികളില്ലേ, വാടക മുതലാളിമാരില്ലേ? അള്ളാഹു നിങ്ങളെയും വെറുതെ വിടുമെന്ന് കരുതരുത്. അവരാ കളിക്കുന്നതിൽ നിങ്ങൾക്കും ഒരു പങ്കുണ്ടെന്ന് മനസ്സിലാക്കണം. പോക്കറ്റിലേക്ക് സ്വീകരിക്കുന്ന വാടകയുടെ പിന്നിലുള്ള രഹസ്യമെന്തെന്ന് റബ്ബ് ചോദിക്കും കേട്ടോ. അല്ലാഹു തആലാന്റെ പേരിൽ വിളിക്കുന്ന വാങ്ക് വിളിക്കുന്ന സമയത്ത് പോലും ശബ്ദങ്ങളുണ്ടാക്കിയിട്ട് അപ്പോൾ പോലും ഒരു മാന്യത വെക്കാതെ നിസ്കാരം ഒഴിവാക്കുന്ന തരത്തിൽ ബാപ്പ ഉമ്മമാരുടെ നിർദ്ദേശങ്ങൾ കവച്ചു വെച്ച് തീർത്തും പരിശുദ്ധ ഫുഖഹാ പഠിപ്പിച്ചതുപോലെ ഹറാമാകുന്ന തരത്തിൽ തന്നെ രാവും പകലും വിശ്രമമില്ലാതെ പഠന സമയം കഴിഞ്ഞ് നിസ്കാരത്തിന് വേലും ഒരു മുണ്ട് മാറ്റാൻ കഴിയാതെ വാഹനം എടുത്ത് പുറപ്പെട്ട് കഴിഞ്ഞു കളിക്കളത്തിലേക്ക്. ഇതിനെ സംബന്ധിച്ച് ഈ ആയത്തിന്റെ തഫ്സീറിൽ വല്ല വിവരണമുണ്ടോ ഉസ്താദേ? ഉണ്ട്. ഞാനത് വായിച്ചു തരാം. ശരിക്കും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല എന്നാണോ പറയുന്നത്? ഇതൊന്നും ഇല്ലാത്ത രൂപത്തിൽ തന്നെ ഇവിടെ ജീവിച്ചവരുണ്ട്. ചിലപ്പോൾ പറഞ്ഞേക്കും ഉസ്താദ് ഏത് വ്യായാമത്തിനാണ് എന്ന്. ഓ കൂട്ടുകാരാ, സുബൈക്ക് നിന്റെ വീട്ടിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് അകലെ പള്ളിയിലേക്കൊന്ന് നടന്നു പോയിട്ടൊരു വ്യായാമം സ്വീകരിക്കാൻ പറ്റുമോ? അത് രസല്ല എന്ന് പറയും, അതൊരു സുഖല്ല എന്ന് പറയും. ആ നടത്തത്തിലൂടെ നീ ഒരു 10-100 സുബ്ഹാനല്ലാഹി വബിഹംദി ചൊല്ലിയിട്ടങ്ങ് നടന്നൂടെ? എന്നാ നീ ആ നടക്കുന്ന നടത്തവും നിന്റെ ശരീരത്തിന്റെ ആരോഗ്യവും നീ ചൊല്ലുന്ന ദിക്റും ആ സമയമൊക്കെ പരിഗണിക്കുമ്പോ എത്ര വലിയ ലാഭമാണ്, എത്ര വലിയ ലാഭമാണ് നിന്റെ അക്കൗണ്ടിലേക്ക് വരുന്നത്. അതേ സമയത്ത് ഒരു 2 മണിക്ക് നിങ്ങളൊന്ന് സഞ്ചരിച്ചു നോക്കൂ, ഒരു 3 മണിക്ക് രാത്രി ഒന്ന് സഞ്ചരിച്ചു നോക്കൂ, 4 മണിക്ക് സഞ്ചരിച്ചു നോക്കൂ. ഏകദേശം അവസാനം ഉറങ്ങുന്നൊരു ടീമുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അല്ലാഹു തആലാന്റെ മഖ്ലൂഖിൽ അവസാനം ഉറങ്ങുന്ന ജീവികളുണ്ട്. അവരുറങ്ങിയാലും നമ്മുടെ നാട്ടിലെ ആളുകൾ ഉറങ്ങുന്നില്ല. അവര് സദാ സമയത്തും ഇതിലാണ്. ഇത് കഴിഞ്ഞ് വിയർപ്പൊക്കെ വറ്റിയൊന്ന് കുളിച്ചവരങ്ങ് കിടന്നാൽ സുബഹിക്ക് അവരെഴുന്നേൽക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. അവര് പിറ്റേ ദിവസം എന്തെങ്കിലും ഒരു വിഷയത്തിന്, കാര്യപ്പെട്ട വിഷയത്തിന് പോകാൻ അവരെ കാത്തു കഴിയരുത്. എല്ലാം മുടക്കമാണ്. സമയം മുഴുവനും ചെലവഴിക്കേണ്ടത് അള്ളാഹുവിന്റെ പൊരുത്തത്തിലാകണം. സമയത്തെക്കുറിച്ചൊരു വിഷയം വരാനുണ്ട്. ഫഇദാ ഫറഗ്ത ഫൻസബ്. ആരോഗ്യവാനായിട്ട് നിനക്ക് ഒഴിവ് കിട്ടിയാൽ, ഇദാ കുന്ത സ്വഹീഹൻ ഫജഅൽ ഫറാഗക നസ്ബൻ ഫിൽ ഇബാദ. ആരോഗ്യവാനായിട്ട് ഇന്ന് നിങ്ങൾ ഈ സദസ്സ് പിരിഞ്ഞ് നാളെ മുതൽ ഒരു ടൈം ടേബിൾ വെച്ചോ.
ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ചോദിക്കുന്നതിൽ വിഷമമുണ്ട്. പുറത്തുള്ളവരും ഈ ചോദ്യത്തിനൊരു പക്ഷേ ഉത്തരം കണ്ടേക്കുമല്ലോ എന്ന് കരുതി ചോദിക്കുകയാണ്. വിശുദ്ധ റമദാൻ കഴിഞ്ഞിട്ട് മാസങ്ങളെത്ര കഴിഞ്ഞുപോയി. ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ഖുർആനൊന്ന് മറിച്ചൊരു ഖത്മ് പോലും ഓതാത്തവരില്ലേ? എത്ര വലിയ നാണക്കേടാണത്. സുന്നത്ത് നിസ്കരിക്കാൻ സമയം കാണാത്തവരില്ലേ നമ്മുടെ കൂട്ടത്തിൽ? അല്ലാഹു ജല്ല ജലാലുഹു തന്ന ആരോഗ്യം കൊണ്ട് കറക്റ്റായി നമ്മൾ പരിപാടി തുടങ്ങി ആർക്കും ശല്യമാകാതെ അവസാനിപ്പിച്ചു നിർത്തി. ഏറ്റവും ചുരുങ്ങിയതൊരു 3-4 മണിക്കൂർ ശരീരത്തിന് വിശ്രമം കൊടുത്ത് എഴുന്നേറ്റുകൊണ്ട് സുബഹിന്റെ മുമ്പ് തന്നെ ശരീരത്തെ എഴുന്നേൽപ്പിക്കാൻ നമുക്ക് പക്വതയും പാകതയുമില്ലേ? എന്നിട്ടും നിങ്ങൾ നോക്ക്, നമ്മുടെ ശരീരത്തെ ഒന്ന് ആരാധനയിൽ തളച്ചിടാൻ ആരാണ് ഒരുങ്ങുന്നത്? ആർക്കാണ് ഒരുക്കമുള്ളത്? മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ആ പള്ളിയിലേക്കൊന്ന് പോയി നോക്കൂ. വിവിധ സ്ഥലങ്ങളിൽ ഒരൊറ്റ ഉപകാരവും ഇല്ലാതെ നല്ല ആരോഗ്യമുള്ള പവർഫുള്ളായ ടൈം ഗീബത്ത് നമീമത്തിലായി തുലക്കുന്നത് കാണാം. ദേശീയ അന്തർദേശീയ വിഷയങ്ങളിൽ കുരുങ്ങിയിട്ട് സമയം കൊല്ലുന്നത് കാണാം. അവനൊന്ന പള്ളിയിലിരുന്നിട്ടൊരു തബാറക്കയും ഒരു യാസീനും ഇദാ വഖഅത്തിയും റഹ്മാനും ഓതിയാൽ, സൂറത്തുൽ ഹശ്റൊന്ന് ഓതിയാൽ 50,000 മലക്കുകളുടെ ഇസ്തിഗ്ഫാർ ലഭിക്കില്ലേ? സൂറത്തുർ റഹ്മാൻ ഓതിയാൽ പുതുനാരനെ പുതുമണവാളനെ പോലെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനൊക്കൂലേ? സൂറത്ത് യാസീൻ ഓതിയാൽ ഖൽബ് നന്നായി കിട്ടൂലേ? അതിനൊന്നും നേരം കാണുന്നില്ല. എത്രയോ ടൈം അങ്ങനെ നിൽക്കുകയാണ്, സ്വറ പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ പെരുപ്പിക്കുന്നു, ഖൽബ് കടുത്തുപോകുന്നു, ദോഷങ്ങൾ പെരുത്തുപോകുന്നു. ലാ തുക്സിറുൽ കലാമ ബിഗൈരി ദിക്രില്ലാഹ്, വേണ്ടാത്തരങ്ങളെ കൊണ്ട് സംസാരം നിങ്ങൾ അധികരിപ്പിക്കരുത്. അത് ഖൽബിന്റെ കസ്വത്ത് കൂടി കിട്ടാൻ കാരണമാകും.